ഉമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കാവ്യയുടെ കയ്യിൽ പിടിച്ചിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ഫുഡ് നന്നായിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ പറയുന്നു, അത് ഞാനല്ല, ഞാൻ ഇവിടെയുണ്ട്. ഓ, ആള് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാവ്യയുടെ കൈയും പിടിവിപ്പിച്ച് വീണ്ടും കൃഷ്ണ നമ്മുടെ ഉമ്മയുടെ അടുക്കിലേക്ക് വരികയാണ്. ശേഷം പറയുന്നുണ്ട്, എന്തായാലും ഉമ്മ എൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി തുടങ്ങി എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് ഗിഫ്റ്റാണ്? അതൊക്കെ പറയാം. ആരെങ്കിലും ഇവിടെ ഇരുന്നാൽ കാണും, അതുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. എന്താ ഗിഫ്റ്റ് എന്ന് വീണ്ടും ഉമ്മ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാമെന്നേ, അതൊരു സർപ്രൈസാ. അപ്പോഴേക്കും കാവ്യയും മുത്തും അവിടെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു ഗിഫ്റ്റ് മണിക്കുട്ടി തന്നെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കൃഷ്ണ ആണെങ്കിൽ ആ ജ്വല്ലറി ബോക്സ് എടുക്കുമ്പോൾ ഈ കാവ്യ മുത്തിനോട് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ, ജ്വല്ലറി ആണല്ലോ അവർക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നത്, ഇതിലെന്താണെന്ന് ഉമ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, സത്യത്തിൽ ഞാനിത് മറ്റാർക്ക് വേണ്ടി മേടിച്ചതാണ്. ഉമ ചോദിക്കുന്നുണ്ട്, മറ്റാർക്കോ? അതാർക്ക്? ആ, അതെന്നെ തന്നെ ഉദ്ദേശിച്ച് മേടിച്ച ആളാ എന്ന് ആ നമ്മുടെ കാവ്യ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റാർക്കോ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെക്കും എന്നാണ് പറയുന്നത്. എത്രയോ സത്യമാ. അതുപോലെ തന്നെ ഈ മോതിരം ആയാലും മാല ആയാലും അത് അണിയേണ്ട ആളുടെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഉമ്മയ്ക്ക് ഞാൻ തരുകയാണ്. ആ സമയത്ത് ഈ മണിക്കുട്ടി തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണ ആ ഒരു മാല കാണിക്കുകയാണ്. ഒരു നെക്ലേസ് ആണത്. അത് കണ്ടിട്ട് ഉമ്മ പറയുന്നുണ്ട്, ഇത്രയും വിലയേറിയ ഗിഫ്റ്റോ? ആ, അതെ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് ഇതെങ്കിലും കൊടുക്കണ്ടേ? അത് കേട്ടിട്ട് ഉമ്മ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഞാനിത് മറ്റൊരാൾക്ക് വേണ്ടി മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് അവരുടെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഉമ്മയുടെ കഴുത്തിൽ കിടക്കുന്നതാണ്. അത് കേട്ട് ഉമാകെ അന്തിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ നെക്ലസ് ബോക്സിൽ നിന്ന് കൃഷ്ണ എടുത്ത് നീട്ടുകയാണ് നമ്മുടെ ഉമ്മയുടെ കഴുത്തിലേക്ക്. കഴുത്തിൽ കെട്ടിക്കൊടുക്കൂ എന്ന നിലയിൽ നമ്മുടെ മണിക്കുട്ടിയെ നിൽക്കുന്നു. ഇതെല്ലാം കണ്ട് കാവ്യ അന്തം വിട്ട് ബോധം പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ഉമ്മ പറഞ്ഞില്ല. വാവ്, ബ്യൂട്ടിഫുൾ, സൂപ്പർ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഉമ്മ ഓരോ കമൻ്റ് ഇടുന്നു. അപ്പോഴാണ് കാവ്യയ്ക്ക് മുൻപ് നടന്ന ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതേസമയം കാവ്യ ആണെങ്കിൽ മൊബൈലിൽ എടുത്ത് ഫോട്ടോസ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ മുഖചിത്രമാണ്. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, എന്താണ് കൃഷ്ണ, ഇങ്ങോട്ട് വന്നേ, ഇതൊന്ന് നോക്കിക്കേ, എന്താണെന്ന് നോക്കിക്കേ. അത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട്, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. വാ കൃഷ്ണ, പ്ലീസ് ഒന്ന് കാണൂ. ശരി, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അടുക്കിലേക്ക് വരികയാണ്. ദേ, ഇതിലേക്കൊന്ന് നോക്കിക്കേ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൃഷ്ണ പറയുന്നുണ്ട്, ആഹാ, സത്യത്തിൽ കാവ്യയേക്കാൾ അത്ര സുന്ദരിയല്ലെങ്കിലും ആള് സുന്ദരിയാണ് കേട്ടോ, അത് കൊള്ളാം. ഇങ്ങനെ പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് വഷളത്തരം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതിൽ ഒരു ആ കുട്ടി നെക്ലസ് ഇട്ടിട്ടില്ലേ, ഞാൻ അതാണ് പറഞ്ഞത്. സത്യത്തിൽ ഇതുപോലൊരെണ്ണം എനിക്കും വേണം. ഇതൊന്ന് മേടിച്ചു തരാമോ കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. ആ നെക്ലസോ? അത് കൊള്ളാം കേട്ടോ, സൂപ്പർ, സാരമില്ല, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ വരാൻ പോകുന്നത്, നോക്കിക്കോ, ഇത് മേടിച്ച് ഉറപ്പായും കാവ്യയ്ക്ക് ഗിഫ്റ്റ് ചെയ്യും. ആണോ? താങ്ക് യു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കാവ്യ കൃഷ്ണയെ കെട്ടിപ്പിടിക്കുന്നു. അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും അവരുടെ ആ പഴയ പ്രണയകാലം തന്നെയാണ് കാവ്യയുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോർത്ത് വരുന്നത്. കൃഷ്ണ ആണെങ്കിൽ ഇതേ സമയം ഉമ്മയോട് പറയുന്നുണ്ട്, ദേ, ഈ നെക്ലേസ് ഞാൻ ഉമ്മയ്ക്ക് തരികയാ, ഉമ്മ എടുത്തോളൂ, ഇത് ഗിഫ്റ്റാണ്. ആ സമയത്ത് ഉമ്മ അത് മേടിക്കാൻ നേരത്ത് മണിക്കുട്ടി പറയുന്നുണ്ട്, അച്ഛാ, ഇതെന്താ ഈ കാണിക്കുന്നത്? ഇതൊരു മാലയല്ലേ അച്ഛാ, കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിലിട്ട് കൊടുക്കുന്നതല്ലേ, അതങ്ങോട്ട് കഴുത്തിലിട്ട് കൊടുക്ക, ഉമ്മാൻ്റിക്കും സന്തോഷമാകും. അത് കേട്ടിട്ട് കാവ്യയ്ക്കപ്പോൾ മണിക്കുട്ടിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഒടുവിൽ മണിക്കുട്ടി പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ മടിച്ച് മടിച്ച് ഉമ്മയുടെ കഴുത്തിലേക്ക് ആ നെക്ലസ് ഇടാൻ തയ്യാറാവുകയാണ്. ആദ്യം
വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് രണ്ടും കൽപ്പിച്ച് കാവ്യയുടെ മുൻപിൽ വെച്ച് തന്നെ കൃഷ്ണ ആ ലക്ഷങ്ങൾ വില വരുന്ന ഡയമണ്ട് നെക്ലേസ് കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അത് കണ്ടും കേട്ടും കാവ്യയുടെ ഹൃദയം നുറുങ്ങിപ്പോയിരിക്കുന്നു. ഇതിനപ്പുറം കാഴ്ച ഇനി തനിക്ക് കാണാനില്ല എന്നാണ് കാവ്യ മനസ്സിൽ പറയുന്നത്. ഇതേ തുടർന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് കാവ്യ മുകളിലേക്ക് പോകുന്നുമുണ്ട്. അമ്മയാണെങ്കിൽ സങ്കടപ്പെട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. മണിക്കുട്ടി പറഞ്ഞു, ഞാൻ കരുതി അവൾ ഇവിടെ നിന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല ഉമ, ഈ നെക്ലസ് എങ്ങനെയുണ്ട്? ആ സമയത്ത് ഉമ ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. മണിക്കുട്ടി ചോദിക്കുന്നു, ആൻറ്റി ഏത് സ്വപ്ന ലോകത്താ? ഈ സമയത്ത് അവളുടെ മനസ്സിലാണ് എങ്കിൽ കൃഷ്ണയോട് പ്രണയം തോന്നിക്കഴിഞ്ഞിരുന്നു. കാവ്യയാണെങ്കിൽ റൂമിൽ പോയിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അത് കണ്ട് ജയമോഹിനിയും മൊത്തം കാര്യം തിരക്കുകയാണ്. എന്ത് പറ്റി കാവ്യ? അമ്മയ്ക്ക് ഒരു കാര്യം അറിയണോ? എനിക്ക് വേണ്ടിയിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിയ നെക്ലസ് അയാൾ ഇപ്പോൾ എനിക്ക് തരാതെ ആ ഉമ്മയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. വെറുതെ കയ്യിലല്ല, കഴുത്തിൽ അണിയിച്ചു കൊടുത്തിരിക്കുന്നു. അതും എൻ്റെ മുന്നിൽ വെച്ച്. എന്നാലും എനിക്കൊന്നും വേണ്ട. എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമോ? അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? അയാളല്ലേ അന്ധനായിട്ടുള്ളത്. എന്തായാലും എനിക്കത് സഹിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അമ്മേ. അത് കേട്ട് ജയമോഹിനി പറയുന്നുണ്ട്, അത് ശരിയാ, ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ തന്നെ പോയി ചോദിക്കാം. അല്ലെങ്കിൽ അവൻ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ എന്താ പറയുന്നത്, ഓ കമ്പനിയിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ട്, ആ പൈസ കൊണ്ടാണ് ഇത് മേടിക്കുന്നത് എന്ന്. പക്ഷേ അത് ഉണ്ടാക്കിയതാരാ? നിന്റെ അച്ഛനാ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ കള്ളകളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. ലക്ഷങ്ങൾ വില വരുന്ന ഡയമണ്ട് നെക്ലസാ ആ പെണ്ണിന് വെറുതെ കൊടുത്തത്. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തന്നെ പോയിട്ട് അത് മേടിച്ചിട്ട് വരാം. അവൾക്കിട്ട് രണ്ട് കൊടുക്കുകയും ആവാം. ഇത് കേട്ട് മുത്തു പറയുന്നുണ്ട്, അതാ നല്ലത്. അപ്പോഴേക്കും കാവ്യ തയ്യാറെടുക്കുകയാണ്. വേണ്ട അമ്മേ, വേണ്ട, ഞാനൊരു വഴക്കിനും പോകുന്നില്ല. എൻ്റെ ജീവിതം തകർത്ത ആളാ. പിന്നെയാണോ ഈ ഒരു നെക്ലസ്, ലക്ഷങ്ങൾ വരുന്ന നെക്ലസ്? അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട എന്ന് വെക്കുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം, ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ഉമയും ആ കൃഷ്ണയും വില തരേണ്ടി വരും. എന്തായാലും ഞാൻ അവരോട് പകരം ചോദിച്ചിരിക്കും. എന്നിട്ട് വളരെ സങ്കടത്തിൽ ഇരിക്കുകയാണ്. ഉമ്മയാണെങ്കിലോ കൃഷ്ണയെ വിവാഹം കഴിച്ചാലോ എന്നുള്ള സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നെക്ലസ് കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. ഇത് കാണുന്ന മണിക്കുട്ടിയാണെങ്കിൽ വളരെയധികം ചിരിയോടുകൂടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട്, അതെ ഉമ, എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കാവ്യയ്ക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് തൻ്റെ കഴുത്തിലിട്ട് തന്നത്. ഇത് കേട്ടിട്ട് മണിക്കുട്ടി പറയുന്നുണ്ട്, അതെ അതെ, അമ്മ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് ഉമാൻറ്റി പേടിച്ചു കാണും. പക്ഷേ അത് സംഭവിച്ചില്ല. കൃഷ്ണ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് അവളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അപ്പോഴേക്കും മുത്ത് അവിടേക്ക് വരികയാണ്. അതിനിടയിൽ മണിക്കുട്ടി പറയുന്നുണ്ട്, അച്ഛാ ഓഫീസിലേക്ക് പോകണ്ടേ? ആ ഓഫീസിലേക്ക് നമുക്ക് പോകാം. അതേസമയം മുത്താണെങ്കിൽ അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. അച്ഛൻ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഉമ്മയാണെങ്കിൽ കൃഷ്ണയോട് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത എന്ന് ഉമ ചോദിക്കുന്നുണ്ട്. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ, സാരമില്ല, ഞാൻ പോകുന്നു എന്ന് കൃഷ്ണ പറയുകയാണ്. അതേസമയം ജയമോഹിനി കാവ്യയോട് പറയുന്നുണ്ട്, കാവ്യെ, ദേ ഒരു കാരണവശാലും ആ കൃഷ്ണയെ നീ ഓഫീസിൽ അടുപ്പിക്കരുത്. നീ തന്നെ തടയണം. അല്ലെങ്കിൽ ഈ പോകുന്നത് വലിയൊരു ആപത്തിലേക്കായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ട് കാവ്യ മനസ്സിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അതേസമയം മണിക്കുട്ടിയും കൃഷ്ണയും ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി വരുമ്പോൾ ഉമയും കൂടെയുണ്ട്. അപ്പോഴേക്കും കാവ്യ പറയുന്നു, ദേ നിൽക്ക്, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത്. കൃഷ്ണ പറയുന്നു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉമ്മ പറഞ്ഞാൽ മതി. അത് കേട്ട് കാവ്യ ചോദിക്കുന്നു, ഉമ്മ? ഉമ്മയോ? ആരാണ് അവളോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറയാൻ? ഇത് കേട്ട് കൃഷ്ണ പറയുന്നു, ഉമ എൻ്റെ ആരാണെന്ന് നിനക്കറിയില്ലേ? എൻ്റെ കെയർ ടേക്കറാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഉമയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിഞ്ഞതിനു ശേഷം
കാവ്യയോട് കാര്യങ്ങൾ പറയാം. ഇത് കേട്ട് അവിടേക്ക് വരുന്ന ജയമോഹിനി, കാവ്യ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് എന്ന് പറയുന്നു. ഇത്രയധികം അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, ചെക്കപ്പ് നടത്തുന്നുണ്ടോ എന്നുപോലും ഒരു വാക്ക് ചോദിക്കാത്ത ആളുടെ ബാധ്യതയൊന്നും തലയിലെടുത്ത് വയ്ക്കാൻ എനിക്ക് വയ്യ. അത് കേട്ട് കാവ്യ പറയുന്നുണ്ട്, കൃഷ്ണ എന്തായാലും ഓഫീസിൽ പോകണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓഫീസിൽ പോകണ്ടെന്നോ? ഞാൻ പോകും. ജയമോഹിനി പറയുന്നുണ്ട്, ഭരത് അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇത്രയും വേഗം അവിടെ എത്തണം. ഇനി ഇപ്പോൾ ആ ഫ്രോഡ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക എന്നറിയില്ല. ഇത് കേട്ട് ജയമോഹിനി പറയുന്നു, ഓഹോ, എൻ്റെ മോനെ ഫ്രോഡ് എന്നോ? അത് കൊള്ളാമല്ലോ. പിന്നെ നിന്നെ എന്താ വിളിക്കേണ്ടത്? അവൻ ഓരോ ദിവസവും ഓരോ ഉണ്ടാക്കുകയല്ലേ കാവ്യേ. എൻ്റെ അനുജൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ ഞാനുണ്ട്. നിങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓഫീസിലേക്ക് പോകുകയും വേണ്ട. ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ടും നമ്മുടെ കൃഷ്ണ ഓഫീസിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തൻ്റെ ഇടം ഇത് തന്നെ ജയമോഹിനി പറയുന്നു. അതേസമയം കാവ്യ പറയുന്നുണ്ട്, നിങ്ങൾ ഓഫീസിൽ പോയാൽ എൻ്റെ ശവത്തിൽ ചവിട്ടി പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ അങ്ങനെയേ സാധിക്കുകയുള്ളൂ. മണിക്കുട്ടി, ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് അകത്തേക്ക് പോകോ. അത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകാം, പക്ഷെ അകത്തേക്കല്ല, പുറത്തേക്ക് തന്നെ, ഓഫീസിലേക്ക് ഞാൻ ഉറപ്പായിട്ടും പോകും. ഇത് കേട്ട് കാവ്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പോകില്ല. അതിനുള്ള ഇട ഞാനായി വരുത്തില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് കാവ്യ അടുക്കളയിലേക്ക് ഓടുകയാണ്. അയ്യോ അച്ഛ, അമ്മ കിച്ചണിലേക്ക് ഓടിയതെന്ന് മണിക്കുട്ടി പറയുന്നു. എല്ലാവരും ആകെ തകർന്ന തരിപ്പണമായി നിൽക്കുകയാണ്. അതേസമയം കാവ്യ അവിടേക്ക് വന്നിട്ട് മണ്ണെണ്ണ തിരയുന്നുണ്ട്. കിച്ചണിൽ നിന്ന് ഒരു കന്നാസിൽ മണ്ണെണ്ണ കിട്ടുകയാണ്. ആ മണ്ണെണ്ണയും കൊണ്ട് അവൾ ഹാളിലേക്ക് എത്തുന്നു. അയ്യോ, കയ്യിൽ മണ്ണെണ്ണയും ഉണ്ടല്ലോ എന്ന് പറയുകയാണ് മണിക്കുട്ടി. ഒരു കയ്യിൽ മണ്ണെണ്ണയും മറ്റൊരു കയ്യിൽ തീപ്പെട്ടിയുമായി എത്തുന്ന നമ്മുടെ കാവ്യ കൃഷ്ണയോടും ഉമയോടുമായി പറയുന്നുണ്ട്, എൻ്റെ ശവം നിങ്ങൾ കാണും. ഇത് മണ്ണെണ്ണയും ഇത് തീപ്പെട്ടിയുമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ എൻ്റെ ദേഹത്ത് തീ കൊളുത്തിയിട്ട് പോകാം. ഞാനിവിടെ തീ കൊളുത്തി മരിക്കുമെന്ന് പറഞ്ഞില്ലേ. മണ്ണെണ്ണ കന്നാസ് ഉയർത്തി കാണിച്ച് നമ്മുടെ കാവ്യ പറയുകയാണ്, നിങ്ങളിനി ഓഫീസിൽ പോകുമോ? വീണ്ടും വീണ്ടും അവൾ ചോദിക്കുകയാണ്. ഞാൻ ഓഫീസിൽ പോകും എന്ന് കൃഷ്ണ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ ശവം കാണണമല്ലേ? നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. എൻ്റെ മരണം കണ്ടാലേ നിങ്ങൾക്ക് സമാധാനമാവുകയുള്ളൂ എങ്കിൽ അത് ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും കൃഷ്ണയുടെ തീരുമാനം മാറാൻ വേണ്ടി അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഓഫീസിൽ പോകും. എൻ്റെ ശവം നിങ്ങളിന്ന് കാണും. നിങ്ങളെ കൊണ്ട് ഞാനിതിന് സമാധാനം പറയിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം കാവ്യ വീണ്ടും മണ്ണെണ്ണ എടുക്കുകയാണ്. ആ സമയത്ത് ഉമ കൃഷ്ണയെ വിളിക്കുന്നുണ്ട്. അതേസമയം മണിക്കുട്ടി അച്ഛ എന്നും വിളിക്കുന്നു. എന്നിട്ട് കൃഷ്ണ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇതേ തുടർന്ന് മണ്ണെണ്ണ മുഴുവനും തൻ്റെ മുഖത്തും ദേഹത്തുമായി ഒഴിക്കുകയാണ് നമ്മുടെ കാവ്യ. അത് കൃഷ്ണ തടയുമെന്ന് വിചാരിച്ചുവെങ്കിലും അത് നടന്നില്ല. ഇപ്പോൾ ഉമ്മയുടെ വില മനസ്സിലാക്കുകയാണ് നമ്മുടെ കൃഷ്ണ. ഇതേ തുടർന്ന് എൻ്റെ ശവം കണ്ടോളൂ എന്ന് വ്യക്തമാക്കി നമ്മുടെ കാവ്യ തീപ്പെട്ടി എടുക്കുകയാണ്. അയ്യോ അമ്മേ, എങ്ങനെ വിളിച്ചുകൊണ്ട് മണിക്കുട്ടിയും പൊട്ടിക്കരയുന്നു. തീപ്പെട്ടി എടുക്കാൻ ജയമോഹിനി പറയുന്നുണ്ട്, മോളെ അങ്ങനെ ചെയ്യില്ലേടി, മുത്തിനെ ഓർത്തെങ്കിലും നീ അത് എടുക്കല്ലേ, നീ അങ്ങനെ ചെയ്യരുത്. ഇത് കേട്ട് കാവ്യ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഞാൻ ഇപ്പോൾ തന്നെ മരിക്കും. ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട, ഞാനിത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ തീപ്പെട്ടിയുടെ കൊള്ളിയെടുത്തിട്ട് ഉറയ്ക്കാനായി പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.